തമ്പിയൊന്നും പേടിക്കണ്ട. പഴയ മീനാക്ഷിയല്ല ഞാൻ. ഒരു സങ്കടം ഉണർത്തിക്കാൻ. എന്താ കാര്യം? എന്റെ മോൾ ഗോമതിക്ക് ബാധോപദ്രവമാ. അവിടെ വരെ വന്ന് അവിടെ ബാധയെ ഒഴിപ്പിച്ചു തരണം. പണ്ട് ഈ മീനാക്ഷി പിഴയായിരുന്നു. എന്റെ തമ്പിയങ്ങുന്ന് മന്ത്രവാദിയായ പിന്നെ മീനാക്ഷി പതിവൃതിയായിട്ടാ കഴിയുന്നത്. ദുർവിചാരം ഉണ്ടാകുമ്പോ കമന്നു കിടന്നുകൊണ്ട് നാമം ജപിക്കും. ശരി. എന്തൊക്കെയുണ്ട് വരാരെ വിശേഷങ്ങൾ? കഴിഞ്ഞു കൂടുന്നു തമ്പിയങ്കുന്നേ. ഈടായിട്ട് തമ്പിയങ്കുന്നിനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? വേണ്ടായേ. നാട്ടുകാർക്ക് അങ്ങയുടെ ദിവ്യത്വത്തെ പറ്റിയേ പറയാനുള്ളൂ. എല്ലാം വേലായുധ സ്വാമിയുടെ അനുഗ്രഹം. പിന്നെ നമ്മുടെ മീനാക്ഷിയും ചൂരക്കാട്ട് ഭട്ടത്തിനും കൂടി എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നു. ഇന്നലെയും ഇന്നും തിരുമേനി അമ്പലത്തിൽ വന്ന് അവളെ കണ്ടു. അവളുടെ മകൾക്ക് ബാധോപദ്രവമാണെന്ന് കേട്ടല്ലോ. ഗോമതി പെണ്ണിനോ? നാഴികയ്ക്ക് മുമ്പ് ഞാൻ അവളെ കണ്ടതാണല്ലോ. അവളും ആങ്ങളച്ചെറുക്കനും കൂടി കിഴക്കേ നടക്കിലെ സംഭാരം വെക്കുക. ഗോപാലനുണ്ട്. പിന്നെ ഇന്ന് അഷ്ടവിരോഹിണി ആയതുകൊണ്ട് നല്ല വിറ്റുവരവാ. മാരാർപ്പിക്കുള്ളൂ. മഹാമായി, ദുഷ്കർമ്മിയായ ഭട്ടതിരിയുടെ പരീക്ഷണം എനിക്ക് കാട്ടിത്തരണമേ. വന്ന കാലം നിൽക്കാതെ അകത്തോട്ട് വന്നാട്ടെ. ഞാൻ എത്ര നേരമായി അങ്ങനെ കാത്തിരിക്കുക. ഗോമതി എവിടെ? മുറ്റത്ത് നിന്നുകൊണ്ടാണോ ഗോമതിയെ തിരക്കുന്നത്? അകത്തോട്ട് വന്നാട്ടെ. മീനാക്ഷി, ഞാൻ അകത്തേക്ക് വരാം. പക്ഷെ മാന്ത്രിക കർമ്മം നടത്താതെ ഞാൻ പുറത്തിറങ്ങില്ല. കർമ്മം നടത്തിക്കാതെ ഞാൻ തമ്പി എങ്ങനെ വിടത്തുമില്ല. ശരി. വിളക്ക് വേണ്ടേ? എന്നോട് പൊറുക്കണം. ബാധോപദ്രവം ഗോമതിക്കല്ല, അവിടുത്തെ മീനാക്ഷിക്ക. ആഞ്ജലി മഹാദേവി സ്വാഹ. ഈ പാപിയോട് പൊറുക്കണേ. ചോരക്കാട്ട് പട്ടേരിയ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇനി ഒരിക്കലും മീനാക്ഷി തെറ്റ് ചെയ്യില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ സത്യം.
എഴുന്നേൽക്കൂ. അവന്റെ ഒരു വശ്യപ്രയോഗം. സർവവശ്യ തൈലവും ലേപനവുമാ അവൻ ജപിച്ചു തന്നിരിക്കുന്നത്. നിന്റെ മകൻ നിന്നെ കണ്ടാലും മോഹിക്കും. വേഗം പോയി കുളിച്ച് ശുദ്ധമായിക്കോ. മന്ത്രവാദി, അത്താഴൂണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന പെണ്ണ പെട്ടെന്ന് എണ്ണീറ്റാ ചാടി തുള്ളാൻ തുടങ്ങിയത്. മണിമംഗലത്തെ? അതേ കുഞ്ഞെ, മണിമംഗലത്തെ കേശവൻ നായരാ ഞാൻ. എന്റെ മകളാ ഭാനുമതി. ഞാനിതാ വരുന്നു. ഇങ്ങോട്ട് കയറി നിൽക്കൂ. മനസ്സില്ല. എടോ മന്ത്രവാദി, താനെന്നെ എന്ത് ചെയ്യാനാ ഭാവം? നീ ആരാണെന്ന് പറയൂ. പറയില്ലടാ. നിന്റെ മന്ത്രത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തണ മന്ത്രം. കളത്തിലേക്ക് കയറ്. കളത്തിലേക്ക് കയറാൻ. ഈശ്വര, നീ ആരാ? ഞാൻ രക്ഷസ. നീയല്ലേ മുമ്പൊരിക്കൽ കരിമ്പൂച്ചയെ വന്നത്? അതെ. വാചം ക്രീം. അപ്സരസ് ഏതാടാ? അത് മണിമംഗലത്തെ കേശവൻ നായർ അദ്ദേഹത്തിന്റെ ഒറ്റപുത്രിയാ. സൗന്ദര്യം പോലെ തന്നെ ആ സ്വഭാവവും. എന്താകുന്ന? ഞാൻ കല്യാണം ആലോചിച്ചാൽ അങ്ങനെ പോലുള്ള ഒരാൾക്ക് കേശവൻ നായർ അദ്ദേഹം പെണ്ണിനെ തരുവോ? ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ആട്ടെ. ഞാനൊരു രക്ഷായന്ത്രം തരാം. അത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു ബാധയും വിളയിച്ചില്ല. അതുകൊണ്ട് ഞാൻ മണിമംഗലത്തേക്ക് വരാം. അയ്യോ, അതൊക്കെ ബന്ധപ്പാടല്ലേ. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പിതൃക്കളെ, ഗരുഡ ഭഗവാനെ, എന്റെ മകന്റെ മനസ്സിന് ബലം നൽകണേ.
കുമാര, നീ ധ്യാനിക്കുകയാണോ കിനാവ് കാണുകയാണോ? ഞാൻ ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ. ഗരുഡ ഭഗവാനെ, പിതൃക്കളെ, ഈ അഗ്നിപരീക്ഷയിൽ വിജയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇവനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? നാണിക്കുട്ടി, നാണിക്കുട്ടി. ആരാ അത്? ഓ, എന്താ കുഞ്ഞെ? നാണിക്കുട്ടി എന്ന് വിളിക്കൂ, ഒരു കാര്യം പറയാനാ. അവിടുന്ന് ഇപ്പോ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികനാ. ഈ സമയത്ത് നാണിക്കുട്ടിയെ... അമ്മേ, അങ്ങ് പോയാട്ടെ. നിന്നെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ടായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടാവാത്ത മോഹം ഈ പാതിരാത്രിയിൽ ഉണ്ടാവാൻ കാരണം എന്താ അങ്ങുന്നേ? എന്നെ പുത്തൂർ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണോ വന്നത്? നീ വിളക്കടച്ചിട്ടു. അങ്ങുന്നിന്റെ രോഗം എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ മരുന്ന് തരാൻ എനിക്ക് വയ്യ. അങ്ങുന്ന് വേറെ ആളിനെ നോക്കിയിട്ട്. കൃഷ്ണപ്പരുന്നിനെ പേടിച്ചാണോ? കൃഷ്ണപ്പരുന്ത് ശരീരത്തിലെ കൊത്തു, ചങ്ക് വെട്ടി നുറുക്കില്ലല്ലോ. നാടറിയ എനിക്കൊരു മുണ്ട് തരാമോ? ഇവിടെ ഒരു ചരട് കെട്ടാൻ പറ്റുമോ? എങ്കിൽ ഈ ശരീരം അവിടത്തേക്ക് വിട്ടുതരാം, എന്നേക്കുമായി. എടി മീനാക്ഷിയെ, എടി മീനാക്ഷിയെ, അങ്ങോട്ടൊന്ന് എണീര്. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങൾ ഉറങ്ങത്തുമില്ല, മനുഷ്യൻ ഉറക്കത്തുമില്ല. പാതിര കഴിഞ്ഞപ്പോ കഞ്ചാവ് തലയ്ക്ക്. തന്നെങ്ങനെ അയ്യോ അങ്ങനെ അരുതേ, ഞാൻ അശുദ്ധമായിട്ടിരിക്കുക. എനിക്കൊന്ന് മൂന്ന. അയ്യോ, കഥ തുറന്നു കിടക്കുക. അയ്യോ, എത്ര നാളത്തെ കുടിശ്ശികയാ തീർത്താട്ട തമ്പി. അങ്ങനെ ഗരുഡ ഭഗവാനെ, എന്റെ വ്രതം തെറ്റി. മാപ്പ്. മാപ്പ്? എന്റെ നടു അടിച്ചു ഗരുഡ ഭഗവാനോട് മാപ്പ് പറയുന്നു. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഗരുഡ സേവി മന്ത്രം ഒന്നും നടത്തില്ലേ, അപകടമാണ്. കുമാര, എന്റെ കുമാര, ദൈവതുല്യനായ പപ്പുമ്മ എന്നെ കൈവിട്ടു.